എന്റെ ഭാവി ഭർത്താവിനെ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ശ്രീകരേട്ടാ, ശ്രീകരേട്ടാ. അവനിതുവരെ റൂമിൽ നിന്ന് പുറത്തു വന്നില്ലേ? പുറത്തേക്ക് വരുന്നത് ഞാൻ കണ്ടതാണച്ചാ. എന്നിട്ട് അവനെവിടെ? ഇവിടെ ഉണ്ടേ. ജോർജ് കുട്ടി ഒളിപ്പിച്ചു വെച്ച ശവം പോലെ ഉണ്ടല്ലോ. എന്തുവാളിയാ അത്? 101 തേങ്ങയാളിയാ. എന്തിനാ ശ്രീ? ജാത്രയ്ക്ക് പോകുന്ന സമയത്ത് ഇവൾക്ക് 101 തേങ്ങ വേണമെന്ന് ഇന്നലെ എന്നോട് പറഞ്ഞപ്പോ ഓർഡർ ചെയ്തതാ അമ്മേ. ഓട്ടോയിൽ ഇപ്പോ വന്നേ ഉള്ളൂ. ഇത്രയും തേങ്ങ എന്തിനാ മോളെ? ഈ സമയത്ത് അതൊക്കെ പറയാൻ അവനിക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ തന്നെ എല്ലാം പറഞ്ഞുതരാം. അമ്മേ, നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന സമയത്ത് അവനി അന്നപൂർണ ദേവിയുടെ മുന്നിൽ 101 തേങ്ങ ഉടക്കാന്ന് നേർന്നിരുന്നു അത്രേ. ആ നേർച്ച കഴിക്കാൻ വേണ്ടിയാ കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾ രണ്ടാളും അവനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഇവള് സൈലന്റ് ആയപ്പോ തോറ്റത് കൊണ്ടാണെന്നാ ഞാൻ കരുതിയത്. വലിയ പണിയൊരുക്കുമായിരുന്നല്ലേ. അങ്ങോട്ട് വരാനല്ലേ ഈ പ്ലാനൊക്കെ. ഈ തള്ളയ്ക്കാണെങ്കിൽ അത് മനസ്സിലാവുന്നില്ല. നേർച്ച പൂർത്തിയാക്കിയില്ലെങ്കിൽ അത് ദൈവകോപത്തിന് കാരണമാവും. അങ്ങനെ വന്നാ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്ന ടെൻഷനാ ഇന്നലെ മുതലേ ഇവൾക്ക്. രാത്രി ഈ കാര്യം എന്നോട് എന്താ പറയുന്ന മോളെ? അപ്പ ചിലപ്പോ ഈ പ്ലാൻ ഉണ്ടായി കാണില്ല. ഇതിൽ എന്ത് പ്ലാനാ അളിയ? നിങ്ങൾക്ക് കാണുന്നതൊക്കെ കോമഡിയാണോ? അതല്ല, കൂടുതൽ ഇനി ഒന്നും പറയണമെന്നില്ല. അല്ലല്ല, ഇതൊക്കെ നല്ല പ്ലാനിംഗ് പോലെ ഉണ്ട്. ശരിക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് ശരിയാ അമ്മേ. എനിക്കും അങ്ങനെയാ തോന്നുന്നേ. പ്ലാൻ ഇട്ടത് അവള്, എക്സിക്യൂട്ട് ചെയ്തത് ഇവൻ. എല്ലാവരും എന്നെ ഇങ്ങനെ അപമാനിക്കുന്ന കരുതിയ ഞാൻ നിങ്ങളോടൊന്നും പറയാതിരുന്നത് ആന്റി. എന്റെ കൺമുൻപിൽ ഞാൻ കണ്ട ദേവിയാ നിങ്ങൾ. നിങ്ങൾ എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കണം. അത് ഗ്രാമോത്സവത്തിന് അന്ന് നേർന്നതായിരുന്നു. ആ നേർച്ച ഈ ഉത്സവത്തിന് പൂർത്തിയാക്കാന്ന് കരുതിയതായിരുന്നു. പക്ഷേ അങ്ങോട്ട് വരാതിരിക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതിയല്ല. മോളെ നിഹാരിക, ഞാൻ ആജ്ഞാപിക്കുകയല്ല, അപേക്ഷിക്കുകയാണ്. നമ്മളോടൊപ്പം അവളെയും നമുക്ക് കൊണ്ടുപോകാം മോളെ. എന്റെ ആരോഗ്യത്തിന് വേണ്ടി നേർന്നതല്ലേ. ഇപ്പം നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ അമ്മയുടെ മുമ്പില് ഞാനൊരു പക്ഷെ ഒരു തെറ്റുകാരിയെ പോലെ നിൽക്കേണ്ടി വന്നു. അവന് നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തു പോയാലും എല്ലായ്പ്പോഴും അവള് നമ്മുടെ നന്മ മാത്രമേ ആഗ്രഹിക്കൂ. അതുകൊണ്ടല്ല അമ്മേ. ഇത്രയും കാലം ഞാൻ ആരോടും ഒന്നും അപേക്ഷിച്ചിട്ടില്ല. വേണ്ടെന്ന് പറയരുത്. ആയിക്കോട്ടെ അമ്മേ. ചിലപ്പോൾ നമ്മൾ വേണ്ടെന്ന് വെച്ചാലും അമ്മയ്ക്ക് ഇഷ്ടമുള്ളവരെ അവളായിട്ട് തന്നെ വിളിക്കുമെന്ന് പറയുന്നതിന് ഇതാണ് തെളിവ്. ടൈം ആവുന്നു, നമുക്ക് ഇറങ്ങിയാലോ? അളിയ, ഈ തേങ്ങയൊക്കെ എന്റെ കാറിലേക്ക് വെക്കേ. അവള് നേർന്ന ഞാൻ കയറ്റി വെക്കണോ? നിങ്ങൾക്കും കുറച്ച് പുണ്യം കിട്ടാൻ അളിയ. എന്നേക്കാ വലിയ തരികടയായിട്ടുണ്ടല്ലോ നീ ഇപ്പോ.
ശ്രീകരേട്ടാ, നമുക്ക് ഒരുമിച്ച് ഒരു കാറിൽ പോവാം. അവനെയും നമ്മുടെ കാറിൽ കൊണ്ടുപോവാൻ നിഹാരിക. നമുക്ക് പ്രൈവസി ഉണ്ടാവില്ലേ ഏട്ടാ? കല്യാണം കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് പ്രൈവസി ഉണ്ടാവില്ലേ നിഹാരിക? അവനെ താൻ എന്റെ കാറിൽ കയറിക്കോ. എന്നാ അവളോട് പുറകിലിരിക്കണം എന്ന് പറ. ശരി, അവനെ ബാക്ക് സീറ്റിലിരുന്നോളൂ. നിങ്ങളെല്ലാവരും അച്ഛന്റെ കാറിൽ പൊക്കോ. ഇനിയൊന്നും ചെയ്യാനില്ല, ചെല്ല്. ഭാഗ്യമുണ്ടെങ്കിൽ പാറപ്പുറത്തും വാഴ മുളയ്ക്കും, ഭാഗ്യമില്ലെങ്കിൽ വാഴത്തോട്ടം കാറ്റു കൊണ്ടുപോകുമെന്ന് പറഞ്ഞ പോലെയാ നമ്മുടെ അവസ്ഥ. ഓരോരോ വിധി. നടക്ക്. എത്ര ശ്രമിച്ചിട്ടും തടയാൻ കഴിഞ്ഞില്ല. എല്ലാം ആവനി വിചാരിച്ച പോലെയാ നടക്കുന്നേ. വാ പോവാ. നടക്ക്. എനിക്ക് കൂടെ വരാൻ വേണ്ടി നേർച്ച പൂർത്തിയാക്കാനുണ്ടെന്ന് കള്ളം പറഞ്ഞു വരികയാണെന്ന് എല്ലാവരും കരുതുന്നുണ്ടോ? ഈ കാരണം എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ നേർന്ന നേർച്ച സത്യമാണ്. അവനി പറഞ്ഞ നേർച്ചയുടെ ഐഡിയ വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെ അവനെയും ഈ യാത്രയിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ പാവം അവൾക്ക് വരാൻ പറ്റില്ലായിരുന്നു. ഇതിനു മുമ്പ് അവിടെ പോയി ഓരോ തവണയും നിങ്ങളുടെ ജാതകത്തിൽ പിറന്ന ആ പെൺകുട്ടിയെ എന്നാണ് കൊണ്ടുവരുമെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ മറുപടി പറയാൻ പറ്റാത്തൊരവസ്ഥയിലായി പോയിരുന്നു ഞാനെപ്പോഴും. ഒത്തിരി ബുദ്ധിമുട്ട് തോന്നുമായിരുന്നു. ഇപ്പൊ നിഹാരികയെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 1000 ആനകളുടെ ബലം കൂടെയുള്ള പോലെ തോന്നും. എങ്ങോട്ടാ ഈ നോക്കുന്നേ? ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ പിന്നെ എങ്ങോട്ടാ നോക്കുക നിഹാരിക? റോഡിലേക്ക് എന്നെ നോക്കുന്നത്. പിറകിന്ന് വരുന്ന വണ്ടികളെ ഒന്നും എനിക്ക് കാണണ്ടേ? നീ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ എങ്ങനെയാ? ആവനി മാഡം, മാഡം ഒന്ന് ഇങ്ങോട്ട് വന്നേ. എനിക്കിവിടെ കംഫർട്ട്. എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുക ശ്രീകരേട്ടാ. പറയാൻ അങ്ങനെ സ്പെഷ്യലായിട്ട് ഒന്നുമില്ല നിഹാരിക. ഭാവി ദമ്പതികൾക്കിടയിൽ തേർഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ പ്രൈവസിക്ക് ഇങ്ങനത്തെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആവിന് നമ്മളോടൊപ്പം വരണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഭാവി വധൂവരന്മാരാണെന്ന് കരുതി വീടും റോഡും തമ്മിൽ വ്യത്യാസം കാണില്ലേ? കാറില് റൊമാൻറ്റിക് ആയിട്ട് ഒരു ജേണി നടത്താൻ അതിലെന്തിനാ? നിന്നെ പോലെ ഒരു തടസ്സം ഇല്ലാതിരുന്നാ മതി. ആരാർക്കാ തടസ്സമെന്ന്
വൈകാതെ തന്നെ അറിയാം. നിങ്ങളുടെ ഭാവി ഭാര്യയെ മൂന്നാമതൊരാൾ ഇങ്ങനെ പറയുമ്പോ മിണ്ടാതിരിക്കുന്ന എന്തിനാ? അവനി ഒന്നും ആലോചിക്കാതെ അങ്ങനെയൊന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫീൽ ആവണ്ട. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ശ്രീകരേട്ടാ. എന്തിനാ? ഇത്ര നല്ല ബാംഗിൾസ് എനിക്ക് വേണ്ടി ഏട്ടൻ കൊണ്ടുവന്നതിന്. കല്യാണത്തിന് മുന്നേ എനിക്ക് വേണ്ടി ഇത്ര വാല്യുബിൾ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ മാരേജ് ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമല്ലോ. എന്താണെങ്കിലും നിങ്ങളെ ഞാൻ ലവ് ചെയ്തതാ എന്റെ ലക്ക്. ഏട്ടനെ പോലൊരു ബെറ്റർ ഹാഫ് എന്റെ ജീവിതത്തിലേക്ക് വരുമ്പോ എത്ര സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. എന്തുപറ്റി? എന്തിനാ നിർത്തിയത്? ഞാൻ വേണമെന്ന് വെച്ച് നിർത്തിയതല്ല, സഡൻ ആയിട്ട് നിന്നതാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനൊന്ന് നോക്കട്ടെ. ഉം. ശരിക്കും നേർച്ച പൂർത്തിയാക്കാൻ തന്നെയാണോ വരുന്നത്? ഞാൻ നിന്നെ പോലെ കള്ളം പറഞ്ഞ് ജീവിക്കുന്നവളല്ല. നിന്നെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. നീ കേട്ടോ? നിന്റെ കാര്യം ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതല്ലേ. എന്റെ ലൈഫില് നിന്നെ പോലൊരു ക്യാരക്ടർ എന്നെ സ്പീഡ് ബ്രേക്കർ പോലെ വന്ന് നിർത്തുവെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. തിന്മ നടക്കുന്നിടത്തേക്ക് ആ തിന്മയെ തടയാൻ വേണ്ടി ആ ദൈവം തന്നെ എന്നെ പോലുള്ളവരെ അയക്കുന്നതാണ്. അമ്മേ, അയ്യോ, എന്തു പറ്റിയേട്ടാ? ചെക്ക് ചെയ്യുന്നതിനിടയിൽ കേബിൾ കുത്തിയതാ. ഒന്ന് ശ്രദ്ധയോടൊക്കെ ചെയ്തൂടെ ഏട്ടാ? അവനി, ഡോണ്ട് വറി. വിട്ടേ. എന്റെ ഭാവി ഭർത്താവുമായിട്ട് ഇങ്ങനെ അടുത്ത് ഇടപഴകുന്നു. ഡോണ്ട് യു ഹാവ് സെൻസ്? നിനക്ക് ഭാവി ഭർത്താവ്, പക്ഷെ എനിക്ക് നിനക്ക് നിന്റെ ആരാണെന്ന് പറ. പറയാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, അത്രേ ഉള്ളൂ. അതിന് ഇത്രയ്ക്ക് ബിൽഡപ്പോ? എന്റെ ലൈഫിൽ ഫ്രണ്ട്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് നിഹാരിക. ഓഫ് കോഴ്സ്, ബട്ട് there is a limit for everything. ഏട്ടനൊന്നും പറ്റിയില്ലല്ലോ? എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അതെല്ലാം പ്രോബ്ലം ക്ലിയർ ആയോ ഏട്ടാ? ആയി. Shall we move then? Yes. രണ്ടാളുടെ ഇടയിലും ഉള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ നന്നായിരുന്നു. ഇവരെ ഒരു പാഠം പഠിപ്പിക്കാം.
കാറ് വരാൻ ഇനി എത്ര സമയം എടുക്കും? അതാ വന്നെന്ന് തോന്നുന്നു. സാർ, ശ്രീകർ സാറിന്റെ പേര് ഒരു രജിസ്റ്റേഡ് വന്നിട്ടുണ്ട് സാറേ. ശ്രീകർ സാർ നിങ്ങളാണോ സാർ? ഞാൻ ശ്രീകറിന്റെ ഏട്ടനാണ്. ശ്രീകർ സാറിനെ ഒന്ന് വിളിക്കാവോ? അവനൊരു പരിപാടിക്ക് പോയതാ. ആക്ച്വലി ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ തുടങ്ങുക. സർവീസിംഗ് സെന്ററിൽ നിന്ന് വരാനുള്ള കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങള്. ശ്രീകർ സാർ എന്നെ സൈൻ ചെയ്ത് വാങ്ങണം സാർ. അവൻ എന്റെ അനിയനാണെന്ന് പറഞ്ഞില്ലേ? എനിക്കിതാ, ഞാൻ കൊടുത്തോളാം. നിങ്ങളുടെ പേരെന്താ സാർ? എന്റെ പേര് രാധാകൃഷ്ണൻ. ഇവിടെ ഒരു സൈൻ ചെയ്തോളൂ. ഒരാഴ്ച മുൻപ് ഞങ്ങളുടെ കല്യാണം നടന്ന ചെന്നൈ പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്തിരുന്നു. ഞങ്ങളുടെ കല്യാണം നടത്തിയ CIയുമായിട്ട് സംസാരിച്ചു. എന്തായിരിക്കും? എവിടെ നിന്നാ ഏട്ടാ? ചെന്നൈ പോലീസ് സ്റ്റേഷനിൽ നിന്നാ. പോലീസ് സ്റ്റേഷനിൽ നിന്നോ? വലസർവാക്കം പോലീസ് സ്റ്റേഷനിൽ നിന്നാ. ശ്രീകറിന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോസ്റ്റ് വരുന്നത് എന്താ? ഇതെന്താണെന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ? നമുക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ആണെങ്കിലോ? തുറന്നു നോക്കേട്ടാ. നിനക്ക് ഉറപ്പാണോ? ഒരു കുഴപ്പമില്ല, ഓപ്പൺ ചെയ്. സാർ, വണ്ടി റെഡി സാർ. പോകാം, വാ. ആദ്യം അത് തുറന്നു നോക്കേട്ടാ. അന്നൊരിക്കലും ചെന്നൈയിൽ നിന്ന് ശ്രീകരനെ തെരഞ്ഞ് പോലീസ് വന്ന ഓർമ്മയുണ്ടോ? നിന്നെ തെരഞ്ഞ് ചെന്നൈയിൽ നിന്നും പോലീസ് വന്നിരുന്നു ഇവിടെ. ദാ നോക്ക്, അവരവിടെയുണ്ട്. പോലീസ് കേസുമായിട്ട് സംബന്ധിച്ച വിഷയം ഇത്. നമ്മളിതിന് വെറുതെ റിസ്ക് എടുക്കുന്നത്. അവന് കൊടുക്കുന്നതാ നല്ലത്. പോകാം, വാ. സാർ, നെക്സ്റ്റ് ടൈം ഷോക്ക് അബ്സൈസ് മാറ്റണം സാർ. ആവട്ടെ. എന്നാ ശരി സാർ. നമസ്കാരം. നമസ്കാരം. തയ്യാറെടുപ്പുകള് നന്നായി തന്നെ കഴിഞ്ഞല്ലോ അല്ലേ? കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരൊക്കെ എവിടെയമ്മേ? ആ, പുറകെ കാറിൽ വരുന്നുണ്ട്. എവിടെ? മരുമകള് വന്നില്ലേ? അവരിപ്പൊ തന്നെ എത്തും. അതാ, അവരാ കാറിലുണ്ട്. നമ്മുടെ അമ്മയുടെ കാരുണ്യത്താൽ ഈ മണ്ണില് കാലുകുത്താൻ പോവാ. ആ പാദം അടുത്ത തലമുറയ്ക്ക് ഐശ്വര്യവർഷം ചൊരിയുന്ന കൽപ്പവൃക്ഷാണ്. എന്റെ ജാതകത്തിൽ പിറന്നൊരു പെൺകുട്ടിയെ കിട്ടിയത് എന്റെ കുടുംബത്തിന്റെ ജന്മഭാഗ്യമാണ്. ആചാരങ്ങളെ പ്രാണനായി കാണുന്ന ഒരാളെ ലഭിച്ചത്
ഈ നാടിന്റെ പുണ്യമാണ്. അതാ ദേ അവര് വരുന്നു.